ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഡ്രൈവറാണ്. നിങ്ങൾ യൂറോപ്പിൽ ഡ്രൈവറാണോ അല്ലെങ്കിൽ ട്രക്ക് ഡ്രൈവർ ആവാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈവശം ഉണ്ടാകുന്ന കാർഡുകളാണ്. നമ്മുടെ കയ്യിൽ 7ഓളം കാർഡുകളുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റിൽ നിങ്ങൾ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഇവിടെ നിങ്ങളൊരു ട്രക്ക് ഡ്രൈവറായിട്ട് വരാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്നൊരു ഇൻ്റർനാഷണൽ ലൈസൻസ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് എങ്ങനെ നമ്മൾക്ക് കൈപ്പറ്റാം എന്നുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വർക്ക് പെർമിറ്റ് വന്നതിന് ശേഷം നമുക്ക് നിങ്ങളുടെ RTO ഏതാണോ RTOയിൽ പോയിട്ട് നിങ്ങൾക്ക് RTO ഓൺലൈൻ സൈറ്റിൽ കയറിയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കയറിയിട്ടോ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു നിശ്ചിത ഫീസ് അടച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മിനിമം ചിലപ്പോൾ ഒരു 10-15 ദിവസം, അല്ലെങ്കിൽ ഇപ്പോൾ ഡിലേ ഉണ്ടോയെന്ന് അറിയില്ല. ഡിലേ ഉണ്ടെങ്കിൽ എത്രയോ ടൈം എടുക്കുന്ന ആ ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് അത് കൈവശം കിട്ടും. പിന്നെ നിങ്ങൾക്ക് അതുമായിട്ടാണ് ഇവിടെ വരേണ്ടത്. നിങ്ങളൊരു ഡ്രൈവറായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ ലൈസൻസ് നിങ്ങളുടെ കൈവശം ഉണ്ടാവേണ്ടതുണ്ട്. അത് ട്രെയിലർ ആണെന്നുണ്ടെങ്കിൽ ട്രെയിലർ ലൈസൻസ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അതിൽ സ്റ്റാമ്പ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ടിക്ക് ചെയ്തിരിക്കണം. അപ്പോൾ അത് മേടിച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് പേപ്പർ വർക്ക്സ് വരുന്നുണ്ട്. ട്രാൻസ്ലേഷൻ കാര്യങ്ങൾ ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കൈവശം ഉണ്ടാവേണ്ട നിർബന്ധമായ ഒരു കാര്യമാണ് നമ്മൾ എടുക്കേണ്ടത്, ഒരു പെസൽ നമ്പർ എടുക്കേണ്ടതുണ്ട്. ഇവിടെ വന്നതിന് ശേഷം പെസൽ നമ്പർ വെച്ചിട്ടാണ് പിന്നീട് നമ്മൾക്കൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കാനോ നിങ്ങൾക്കൊരു ജോലിക്ക് പോകുമ്പോഴൊക്കെ ആസ്പദമാക്കിയിട്ട് എല്ലാം വരുന്നത്, ഫുൾ ഡീറ്റെയിൽ വരുന്നത് ആ പെസൽ നമ്പറിനെ ആസ്പദമാക്കിയിട്ടാണ് പിന്നീട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കേണ്ട ഒരു ഡ്രൈവറാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും നമ്മൾക്ക് ഒരു ആവശ്യമാണ്, ഒരു ബാങ്ക് കാർഡ് ആവശ്യമാണ്. ബാങ്ക് കാർഡ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സാലറി ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ക്യാഷിൻ്റെ ഉപയോഗത്തിനും കാര്യങ്ങൾക്കും മറ്റും നമുക്കറിയാം, നമുക്കൊരു ബാങ്ക് കാർഡ് ആവശ്യമാണ്. അത് ഇതുപോലെ നിങ്ങളുടെ ബാങ്ക് ഏതാണോ ആ ബാങ്കിൻ്റെ കാർഡ് നിങ്ങളുടെ കൈവശം ഉണ്ടാവും. അതാണ് നമുക്ക് ആദ്യമായിട്ട് വരുന്നൊരു കാർഡ് കേട്ടോ. പിന്നെ നമ്മൾക്ക് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോഡ് 95 എടുക്കേണ്ടതുണ്ട്. കോഡ് 95 നമ്മൾ ലൈസൻസ് എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കോഡ് 95 ഇവിടെ നിർബന്ധമാണ്. അപ്പോൾ അതിന് നമ്മൾക്ക് ക്ലാസ് വരുന്നുണ്ട്, 1 മാസത്തെ ക്ലാസ് വരുന്നുണ്ട്. നിങ്ങൾ 2009 മുൻപാണോ 9 മുമ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം വരുന്നില്ല. പക്ഷേ നിശ്ചിത ഒരു ഫീസ് വരുന്നുണ്ട്. നാട്ടിലൊരു 30-35 രൂപ നിങ്ങൾക്ക് ഫീസായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 2009 ശേഷമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതിയെടുക്കേണ്ടതുണ്ട്. പഠിക്കാൻ നിങ്ങൾക്കൊരു 10-700 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പഠിച്ചത് പാസ്സായിട്ട് വേണം നിങ്ങൾക്ക് കോഡ് 95 കിട്ടാനായിട്ട്. അപ്പോൾ കോഡ് 95 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് ഇതുപോലത്തെ ഒരു കാർഡ് കിട്ടും, കോഡ് 95. ഇതിന് നമ്മൾക്ക് കാലാവധി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് 22 മുതൽ 27 വരെ ഉണ്ട്. അപ്പോൾ ഒരു 5 വർഷത്തെ കാലാവധി ഇതിന് വരുന്നുണ്ട്. ഇതാണ് നമ്മൾക്ക് രണ്ടാമതായിട്ട് നമ്മുടെ കയ്യിലുള്ള കാർഡ് കേട്ടോ. കോഡ് 95 നിങ്ങൾ പഠിച്ച് എക്സാം എഴുതി പാസ്സായിട്ട് എടുക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് എന്താ നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കമ്പനി ഡേഞ്ചറസ് ഗുഡ്സ് ഓടുന്നവരാണോ അല്ലെങ്കിൽ ഡേഞ്ചറസ് ഗുഡ്സിൻ്റെ ട്രിപ്പൊക്കെ നിങ്ങളുടെ കമ്പനിയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കേണ്ട ഒരു ലൈസൻസാണ് ADR ലൈസൻസ്. അത് നമ്മൾ സെപ്പറേറ്റ് എടുക്കേണ്ടതാണ്. ഡേഞ്ചറസ് ഗുഡ്സ് ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ എടുക്കുന്ന ലൈസൻസാണ് ഇത്. കണ്ട, ഇത് ADR ലൈസൻസ് കണ്ട. അപ്പോൾ ഇതുപോലത്തെ ഒരു കാർഡ് നിങ്ങൾക്ക് കിട്ടും മൂന്നാമതായിട്ട്. അപ്പോൾ ഇതിന് നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കോഡ് 95 പഠിക്കുന്ന പോലെ ഒരു കുറച്ച് ദിവസത്തെ ക്ലാസ്, എക്സാം ഇതുപോലെ പഠിച്ച് എക്സാം എഴുതി പാസ്സാവേണ്ടതുണ്ട്. അത് എഴുതി പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കാർഡ് കിട്ടും മൂന്നാമതായിട്ട്, ADR കാർഡ്. ഇത് നമുക്ക് ഡേഞ്ചറസ് ഗുഡ്സ് പഠിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിലുകൾ പഠിക്കാനുണ്ട്. ഈ ഡേഞ്ചറസ് ഗുഡ്സ് കൊണ്ടുപോകുമ്പോൾ നമ്മൾ നോർമലായിട്ട് ഓടുന്ന പോലെയല്ല, നമുക്ക് ചില ടണലുകൾ അതുപോലെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ടണലുകളിലൊന്നും നമുക്ക് ചിലപ്പോൾ കയറി പാസ് ചെയ്യാൻ പറ്റില്ല, ഓടാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ മൂന്നാമതായിട്ട് നമുക്ക് കിട്ടുന്നത് ADRൻ്റെ കാർഡാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കമ്പനി എന്ത് ചെയ്യും, ടാക്കോ കാർഡിന് അപ്ലൈ ചെയ്യും. ടാക്കോ കാർഡ് അഥവാ ഡ്രൈവർ കാർഡ്, ഇതാണ് നമുക്ക് നാലാമതായിട്ട് വരുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കമ്പനി അപ്ലൈ ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ റെഡ് പേപ്പറിനും കൂടി അപ്ലൈ ചെയ്യും. ഇതുപോലെ തന്നെ ഒരു റെഡ് പേപ്പർ ആവശ്യമുണ്ട്. റെഡ് പേപ്പർ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് പിന്നീട് കാണിച്ചു തരാം. അത് കാർഡായിട്ടല്ല വരുന്നത്, അത് നമുക്കൊരു ചുവന്ന പേപ്പറായിട്ടാണ് വരുന്നത്, നമുക്കൊരു ലെറ്റർ ആയിട്ടാണ് വരുന്നത്. അത് റെഡ് പേപ്പറായിട്ട് വരുന്നത്. അപ്പോൾ അതിനാണ് ഈ റെഡ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ നമുക്ക് വരേണ്ടതുണ്ട്. സെയിം ടൈമിൽ ഈ ടാക്കോ കാർഡ് റെഡ് പേപ്പറിന് അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ ടാക്കോ കാർഡ് എന്ന് പറയുന്നത് ഇതാണ് കണ്ട. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് 3 വർഷത്തിനായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്, അല്ലെങ്കിൽ 5 വർഷത്തിനായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടാക്കോ മെഷീനിൽ വണ്ടി ഓടിക്കുന്ന ടൈം കാര്യങ്ങൾ നമ്മുടെ ഫുൾ ഡീറ്റെയിൽ ഒരു ഡ്രൈവർ കാർഡ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മളൊരു ഡ്രൈവറുടെ റെസ്റ്റ് മുതൽ ഡ്രൈവിംഗ് ടൈം എല്ലാ കാര്യങ്ങളും ഫുള്ള് സ്റ്റോർ ആവുന്നത് ഈ കാർഡ് യൂസ് ചെയ്തിട്ടാണ്.
അപ്പോൾ ഇതാണ് ആ കാർഡ്. 4ാമതായിട്ട് നിങ്ങൾക്ക് വരുന്ന കാർഡ് ഇതാണ്. അപ്പോൾ ഈ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഇത് വന്നതിന് ശേഷം നിങ്ങൾക്ക് റെഡ് പേപ്പർ കൂടെ വന്നിട്ടുണ്ടോ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത്തരം കാർഡുകൾ കോഡ് 95, റെഡ് പേപ്പർ, ടാക്കോ കാർഡ്, ഇനി ADR ഉണ്ടെങ്കിൽ ADRന്റെ ലൈസൻസ്, ഇത്രയും കാർഡുകൾ, പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഇന്റർനാഷണൽ ലൈസൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് വണ്ടിയിൽ ജോലിക്ക് കയറാം. 6 മാസത്തോളം നിങ്ങൾക്ക് ഇന്റർനാഷണൽ വെച്ചിട്ട് ഓടിക്കാം ചുരുങ്ങിയത്. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം 6 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ ലൈസൻസിന് വേണ്ടിയിട്ട് ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇന്ത്യൻ ലൈസൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ ലൈസൻസ് എക്സാം എഴുതിയിട്ട് ഇവിടേക്ക് കൺവെർട്ട് ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം നിങ്ങൾ ഏത് സിറ്റിയിലാണോ RTO, നിങ്ങളുടെ RTO ഏത് സിറ്റി ആയിട്ടാണ് വരുന്നത്, അപ്പോൾ ആ സിറ്റിയിൽ പോയിട്ട് ഇവിടെ വന്ന് 6 മാസത്തിന് ശേഷം കേട്ടോ നിങ്ങൾ ആ സിറ്റിയിൽ പോയിട്ട് ജസ്റ്റ് അവിടെ നമ്മുടെ ഡീറ്റെയിൽ വെച്ചിട്ട് ഒരു ഫയൽ ഓപ്പൺ ആക്കേണ്ടതുണ്ട്. PKZ എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ഓപ്പൺ ആക്കേണ്ടതുണ്ട്. ആ ഫയൽ ഓപ്പൺ ആക്കിയതിന് ശേഷം അതിനവിടെ ഒരു ഫീസ് 100 സ്ലോട്ടിക്ക് വരുന്നുണ്ട്. അത് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈസൻസിന് വേണ്ടിയിട്ട് പഠിക്കാം. അത് നമുക്ക് 3 കാറ്റഗറി വരുന്നുണ്ട്. ഇവിടെ ട്രക്ക് ലൈസൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ വണ്ടി മുതൽ നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾക്ക് ഇപ്പോൾ ട്രക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം B കാറ്റഗറി എടുക്കണം. കാറിൻ്റെ ലൈസൻസ് കൂടി എടുത്താലാണ് നമുക്ക് ഇവിടെ ട്രക്കിൻ്റെ ലൈസൻസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ B കാറ്റഗറി പഠിച്ച് എക്സാം എഴുതി എടുക്കേണ്ടതുണ്ട്. B കാറ്റഗറിയിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒരു 10,000-2000 നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. B കാറ്റഗറി നിങ്ങൾ നല്ലപോലെ പഠിച്ച് എക്സാം എഴുതി പാസ്സായോ. ബാക്കിയുള്ള 2 കാറ്റഗറി എന്ന് പറയുന്നത് ഒന്ന് ട്രക്ക്, പിന്നെ നമ്മൾ ബസ്സിൻ്റെ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി. ബസ്സിൻ്റെ നിങ്ങൾക്ക് അഥവാ പിന്നീട് നിങ്ങൾക്ക് ട്രക്കിൽ നിന്ന് മാറി ബസ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കയ്യോടെ ബസ്സിൻ്റെ ലൈസൻസും കൂടി പഠിക്കുന്ന ടൈമിൽ വേണമെങ്കിൽ എടുത്തു വയ്ക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് B കാറ്റഗറിയിലെ ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ പഠിച്ച് നമ്മൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇപ്പോൾ 2000 ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചോദിക്കുന്നത് ആകെ 30 ക്വസ്റ്റ്യൻസ് ആണ്. 30 ക്വസ്റ്റ്യൻസിൽ 20 നമുക്ക് ശരിയാക്കിയാൽ മതി B കാറ്റഗറിയിൽ. രണ്ടാമത് പിന്നെ നമുക്ക് മറ്റുള്ള കാറ്റഗറി എന്ന് പറയുമ്പോൾ അതിൽ ചെറിയൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ആഡ് ചെയ്ത് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ സിമ്പിളായിരിക്കും. പിന്നെ നിങ്ങൾ ഈ ലൈസൻസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, പരമാവധി നിങ്ങൾ പഠിച്ച് എക്സാം എഴുതി എടുക്കാൻ നോക്കുക. മറ്റുള്ള വഴിയിൽ ഉടായ്പിലൊക്കെ പോയിട്ട് നമ്മൾ എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു വിഷയം നമ്മുടെ പേരിൽ വരുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാവും. നമ്മൾ സീത വഴിക്ക് പോയിട്ട് ലൈസൻസ് നിങ്ങൾ എക്സാം എഴുതി കൺവെർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഷുവറായിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം വരില്ല. അപ്പോൾ നമ്മൾ പരമാവധി ലൈസൻസ് എക്സാം എഴുതി എടുക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നാലാമതായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാർഡാണ് ഇതുപോലത്തെ ലൈസൻസ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾക്ക് കാലാവധി വരുന്നത് നിങ്ങളുടെ നാട്ടിൽ ലൈസൻസ് ഇങ്ങോട്ട് കൺവെർട്ട് ചെയ്യുന്നത് കാരണം കൊണ്ട് തന്നെ നാട്ടിൽ ലൈസൻസിൻ്റെ കാലാവധി എത്രയാണോ അതിൻ്റെ കാലാവധിയാണ് ഇതിലേക്ക് നമുക്ക് കൺവെർട്ടായിട്ട് വരുന്നത്. ഇപ്പോൾ ഇത് കണ്ടില്ല, എനിക്ക് ലൈസൻസ് 2023 മുതൽ 2037 വരെയുണ്ട് എനിക്ക് ചെറുവണ്ടിയുടെ ലൈസൻസ്. ഇപ്പോൾ ഹെവി ആണ് ട്രെയിലർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് 2027 വരെയാണ് ഇപ്പോൾ നമുക്ക് കാലാവധി വരുന്നത്. അപ്പോൾ നാലാമതായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു കാർഡ് കിട്ടും. നാലാമതല്ല, 5ാമതായിട്ട് ഇതുപോലത്തെ നമുക്ക് ലൈസൻസിൻ്റെ ഒരു കാർഡ് നമ്മുടെ കയ്യിലുണ്ടാവും. പിന്നെ നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ TRC കാർഡാണ് നമുക്ക് വരുന്നത്. ഇവിടെ പോളണ്ടിലാണെങ്കിൽ TRC, മറ്റുള്ള ചില രാജ്യങ്ങളിൽ നമുക്ക് വരുന്നത് TRP ആണ്. അത് ചിലപ്പോൾ ലിത്വേനിയ, സ്ലോവാക്യ പോലത്തെ രാജ്യങ്ങളിലേക്ക് നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പേ ചിലവരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അവിടുത്തെ രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് അത് നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പേ കിട്ടുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നതിന് ശേഷം കമ്പനി ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ കുറച്ച് കാലാവധി കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ 4-5 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ വന്ന സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കമ്പനി ഇത് അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഇതിന് ഓരോരോ പ്രോസസ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫിംഗർ വെക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് ഇതിന് ഓൺലൈൻ സ്റ്റാറ്റസ് ഉണ്ട്. ഓൺലൈനിൽ കയറിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് TRC കിട്ടുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ടൈമുകൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിന് ഓരോരോ സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജുകളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കിത് പ്രിൻറ്റിങ്ങിൽ വന്ന് 2 ആഴ്ച കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഈ കാർഡ് കിട്ടുക. ഈ കാർഡ് കിട്ടാൻ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സിറ്റിയാണ്, വേഗത്തിൽ നടക്കുന്ന ഒരു സിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുരുങ്ങിയത് ഒരു 3 മാസം, അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 1 വർഷം 8 മാസത്തോളം വരെ ഈ കാർഡിന് വേണ്ടിയിട്ട് എടുക്കാം. ഈ നമ്മുടെ വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാനും പിന്നെ നാട്ടിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡ് നിർബന്ധമായിട്ട് ആവശ്യമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് 6ാമതായിട്ട് വരുന്ന കാർഡ് TRC. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്പനി മുഖേന അല്ലെങ്കിൽ പുറത്ത് നിങ്ങൾക്ക് ഒരു വക്കീൽ മുഖാന്തരം ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഒരു കമ്പനി എടുത്തു തരുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്.
പിന്നീട് നമുക്ക് വരുന്ന ഒരു കാർഡാണ്. ഏഴാമതായിട്ട് വരുന്ന ഒരു കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ആക്സിഡന്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വയ്യായികയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാർഡാണ് ഒരു മെഡിക്കൽ കാർഡ്, ഒരു ഇൻഷുറൻസ് കാർഡ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ കൈവശം എന്തായാലും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് കമ്പനിയാണെങ്കിൽ കമ്പനി എടുത്തു തരും. അപ്പോൾ ഇതാണ് നമുക്ക് ഏഴാമതായിട്ടൊരു നല്ലൊരു ഇൻഷുറൻസിൻ്റെ ഒരു കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടാകും. അത്യാവശ്യം നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ ഇവിടുത്തെ ഹോസ്പിറ്റൽ ചിലവ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മെഡിക്കൽ കാർഡ് മുഖാന്തരം നടക്കും. ഓക്കെ, ഇത്രയും കാർഡുകളാണ് നമുക്ക് ഇതിൽ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഈ കാർഡുകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലത്തെ പുതിയ അറിവുകൾക്കായിട്ട് നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ വരാനിരിക്കുന്ന ഡ്രൈവേഴ്സായിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.